നിങ്ങളെ പിണറായി വിജയൻ അത് വളരെ മനോഹരമായി ചിക്കിപ്പരത്തി അച്യുതാനന്ദനെ ചൂട് കൊള്ളിച്ച് KT ജലീലിനെ തിരിയുണ്ടാക്കിയിട്ട് റൌഫിനെ കൊണ്ട് തീപ്പെട്ടിക്കൊള്ളി എഴുതിയിട്ട് തലേ ദിവസം പൊട്ടിക്കാൻ വിചാരിച്ച് നിങ്ങൾ ഉണക്കാനിട്ട മരുന്ന് കേരള രാഷ്ട്രീയത്തിന്റെ സെന്റർ ഫോർവേഡായ പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി പോയിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ഉരുട്ടിട്ട് അങ്ങോട്ടിട്ട് നെഞ്ഞത്തേക്ക്. നിങ്ങൾ ആരേറ്റാ കളിച്ചത്? ആരേറ്റാ നിങ്ങൾ കളിച്ചത്? കളരി അഭ്യാസം. കളരിപ്പയറ്റിലെ ഉസ്താദിനോട് നിങ്ങൾ അഭ്യാസം കളിക്കാൻ വന്നതാരാ? മർമാണി തൈലം വെക്കണോടുത്ത് ചെറിയിലോക്കിക്കണം നിങ്ങളോ? നിങ്ങൾ ആരോടാ കളിച്ചത്? പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിയോടോ? തെറ്റിപ്പോയി മക്കളെ, നിങ്ങൾക്ക് ആള് മാറി. നിങ്ങൾക്കൊരു കൊതത്തോനേറ്റ് കളിക്കായിരുന്നു. ഈ അച്യുതാനന്ദനൊക്കെ പിണറായിനേറ്റ് കൊഞ്ചനായി കുഞ്ഞാലിക്കുട്ടിനേറ്റ് കൊഞ്ചണ്ട. ഇത് ലീഗാ. പാണക്കാട്ട തങ്ങളെപ്പറ്റി പറഞ്ഞതോടുകൂടി ജനങ്ങൾക്ക് ബോധ്യായി ഇവനക്ക് മൂച്ചിപ്പിരാന്താണ് അല്ലേ? പിണറായി പത്രസമ്മേളനം നടത്തി AKG സെന്ററിൽ സമസ്ത ഇതിന് മറുപടി പറയണം. ഇജാര മുഷാവറ അങ്ങോ സമസ്ത മറുപടി പറയണം എന്ന് പറയാൻ? പിന്നാരാ വന്നത്? ഹംസാക്ക. പിന്നെ ഹംസാക്കാന്റെ കുറച്ച് ഡയലോഗ്. ഇപ്പൊ ഒരു പണിയില്ല, പട്ടൂർമാലില് ചുരിയിലും നോക്കി ഇങ്ങനെ ഇരിക്കല. അവിടെ ശ്രുതി പോയി, ഇവിടെ മഹ്റജ് ശരിയായില്ല, അവിടെ ഹർഫ് തെറ്റിബനാര തെജ്വീദിന്റെ ഇമാമ. എന്തൊക്കെ വിദ്യകൾ കാണിച്ചു. കുറച്ചു ദിവസം അച്യുതാനന്ദനൊക്കെ സാധാരണ പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു കടലാസൊക്കെ അങ്ങനെ പിടിച്ചിട്ട് ഉറക്കം തൂങ്ങി കൊല്ലപ്പരീക്ഷയ്ക്ക് തലവേദനയും പനിയുള്ള കുട്ടിയൊക്കെ പഠിക്കാനിരിക്കണ മാതിരി ഒരു അതായത് കഴിഞ്ഞാൽ പിറ്റത്തെ അതായത് വരണമെങ്കിൽ ആഴ്ച കഴിയണം. നെറ്റിന്നൊക്കെ ഫോൺ ചെയ്യണമായിരിക്കും. ആ അച്യുതാനന്ദൻ കടലാസുല്യ ഒന്നും എടുത്തില്ല എന്ന് മാത്രമല്ല, കുപ്പായം കൂടി ഇടാൻ നേരമില്ലാതെ കള്ളിത്തുണിയും ബനിയനും 15-ക്കൊക്കെ 60 വന്നിരിക്കാൻ തോന്നിപ്പോവുക ഇരുത്തം കണ്ടാല്. ഇവരെന്താ പറഞ്ഞത്? കുഞ്ഞാലിക്കുട്ടിയെ ഒരു പാഠം പഠിപ്പിക്കും, ജി പുകലത്തും പെരേന്നുണ്ട് ഇറങ്ങിയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇത് ലീഗാ. രാജ്യത്ത് ഞങ്ങൾ പരമാവധി മാന്യത പാലിക്കുന്നവരാ. ഞങ്ങൾക്കെതിരെയാ നിങ്ങൾ കൊഞ്ചിയത്. ആ പിണറായിനോട് കൊഞ്ചുന്ന പോലെ കൊഞ്ചണ്ട. സുകുമാർ അഴീക്കോട് ഇയാൾ അധികാരത്തിൽ വന്നപ്പോ പറഞ്ഞതെന്താ? മണ്ണിന്റെ മണമുള്ള മുഖ്യമന്ത്രി എന്നാ. പെരിച്ചായിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര സങ്കടം ഉണ്ടായിരുന്നില്ല. ആ സുകുമാർ അഴീക്കോട് ഇപ്പൊ പറഞ്ഞതെന്താ? ആ സുകുമാർ അഴീക്കോടാ പറഞ്ഞത്, അരുൺകുമാറിന്റെ പോലത്തെ മക്കള് ജനിക്കുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാതിരുന്നത് നന്നായി. ഞങ്ങളെ കൂടത്തിന്ന് ഒരു കൈപ്പപ്പരലേ അടിച്ചാടിയിട്ടുള്ളൂ ജലീൽ, KT ജലീൽ. ഞങ്ങൾ അവിടുന്ന് കൊണ്ട് കൊടുന്നത് ആരൊക്കെന്നറിയാം? ശ്യാം സുന്ദർ, ഡോക്ടർ മനോജ്, അബ്ദുള്ളക്കുട്ടി, കണ്ടോ കണ്ണൻ, വാള, മുള്ളുവാള, വലിയ വലിയ സാധനങ്ങളാ. ഇരുതല മൂർച്ചയുള്ള വമ്പൻ സ്രാവായ മഞ്ഞളാങ്കുഴി അലിയെ കൊണ്ട് പച്ച പതാക പിടിപ്പിച്ചിട്ട് ഇപ്പൊ ഞങ്ങളെ വേദിയിൽ ഇരുത്തിക്കുക. ഈ വരുന്നവരൊന്നും ചില്ലറക്കാരൊന്നല്ല. ഇതൊക്കെ ആരാ? നിങ്ങളെ ബ്രാഞ്ച് കമ്മിറ്റി എന്നൊക്കെ മുതഫരി തോതിയിട്ട് ചൈനയിൽ പോയി സെനത് വാങ്ങിയവരൊക്കെ ഉണ്ടോ ഈ കൂട്ടത്തിൽ? നിങ്ങൾ വിചാരിച്ച് ഈ ഐസ്ക്രീം ഉണ്ട് പൊട്ടിച്ച